എനിക്കെതിരെ എന്ത് തീജ്വാലകൾ എറിഞ്ഞാലും, അവരെന്നെ എത്രയേറെ പേടിപ്പിച്ചാലും, ഇപ്പോൾ നമുക്കാകെ ഒരു പേടിയുടെ കാലഘട്ടമാണ്. ആര് പ്രസംഗിച്ചാലും പേടിയാണ് പറയാ, ഏത് ലേഖനവും പേടിയാണ്, ഏത് വാട്സപ്പും പേടിയാണ്, ഒക്കെ പേടിയാ. പേടി പേടി. അവിടെ അങ്ങനെ ചെയ്തു, ഇവിടെ അങ്ങനെ ചെയ്തു. എന്തിനാണ് ഇതൊക്കെ പറഞ്ഞു നടക്കണത്? എന്ത് പേടി? ഔദാര്യവാനായ പുണ്യ റസൂലിന്റെ അയൽപക്കത്താണ് ഞാനുള്ളത്. എന്റെ രോമത്തിൽ തൊടാൻ ഒരാൾക്കും സാധ്യം അല്ല. എന്തുകൊണ്ട്? എന്നെ സംരക്ഷിക്കുന്നത് ആരും അല്ല. ഞാൻ ഹബീബിന്റെ അയൽവാസിയാണ്. ഹബീബിന്റെ അയൽവാസിയെ സംരക്ഷിക്കൽ അല്ലാഹുവിന്റെ ധർമ്മമാണ്. അല്ലാഹു തൗഫീഖ് തരട്ടെ. അതാണ് മദീനയിലേക്ക് മടങ്ങൽ. ഇതാ മദീനയിലേക്ക് മടങ്ങൽ. ഹബീബായ നബിയുടെ വേലക്കാരനായ ഒരു സ്വഹാബി ഒരിക്കൽ കപ്പൽ പൊളിഞ്ഞ് പിന്നെ ഒരു കാട്ടിൽ അകപ്പെട്ടു പോയി. അപ്പോൾ സിംഹം വന്നു. ഈ സംഭവം ഇബ്നു തൈമിയ പോലും രേഖപ്പെടുത്തിയിട്ടുണ്ട്. സിംഹം വന്നപ്പോൾ ഈ സിംഹത്തിനോട് ഈ സ്വഹാബി പറഞ്ഞു, അന ഖാദിമു റസൂലില്ലാഹ്. എടാ നായ, അന്ത കൽബും മിനൽ കിലാബി. നീ കാട്ടിലെ നായാണ് എന്ന് എനിക്കറിയാം. നീ കാട്ടിലെ നായാണ്. നീ ഞാനാരാ? അന ഖാദിമു റസൂലില്ലാഹ്. ഞാൻ മുസ്തഫായ നബിയുടെ ഖാദിമാണ്. തോറ്റോകരുത്. ഫവഖഫൽ അസദ് ഫമശാ മഅഹു ഹത്താ ലഹിഖ ബിഖറിയ. ഒരു ഗ്രാമത്തിൽ ഈ സ്വഹാബി എത്തിച്ചേരുന്നത് വരെ കൂടെ നടന്നു. ആര്? സിംഹം. ഈ സംഭവം സ്വഹീഹായ സംഭവമാണെന്ന് ഇബ്നു തൈമിയ പോലും രേഖപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായില്ലേ? ഈ സംഭവം സ്വഹീഹാണെന്ന് ഇബ്നു തൈമിയ പോലും രേഖപ്പെടുത്തിയിട്ടുണ്ട്. സിംഹത്തിനെ കണ്ടപ്പോൾ പറഞ്ഞു, അൻത കൽബും മിനൽ കിലാബ്. അല്ലാഹു പടച്ചൊരു നായി മാത്രമാണ് നീ. ഞാനോ അന ഖാദിമു റസൂലില്ലാഹ്. ഞാൻ റസൂലുള്ളാഹിന്റെ ഖാദിമ. ഞാൻ റസൂലുള്ളാഹിന്റെ ഖാദിമ. ഞാൻ അല്ലാഹുവിന്റെ റസൂലിന്റെ ഖിദ്മത്തിന് പണിക്കാരനാ. അല്ലാഹു റസൂൽ വഫാത്താവുന്നവരെ അവിടുത്തെ ഖിദ്മത്തിന് കയ്യാന്റെ കയ്യ് തൊട്ടുകൊണ്ട. അപ്പോൾ സിംഹം നിന്നു. പിന്നെയോ? പിന്നെ പിന്നെ ഈ മനുഷ്യനെ മറ്റു കാട്ടുമൃഗങ്ങളിൽ നിന്ന് സംരക്ഷിച്ചുകൊണ്ട് ഈ മൃഗത്തിന്റെ ഈ സഹാബിയുടെ കൂടെ വാലാട്ടി നടന്നു. അങ്ങനെ നടന്നു. ഏതുവരെ? മനുഷ്യവാസമുള്ള ഒരു ഗ്രാമത്തിൽ ഈ സഹാബി എത്തിച്ചേരുന്നത് വരെ. ആ ഗ്രാമത്തിൽ എത്തിയപ്പോഴോ ഈ സിംഹം എന്ത് ചെയ്ത്? അതിന്റെ രണ്ട് മുൻകാലുകളും നേരെ മുന്നിലേക്ക് നീട്ടി. മനസ്സിലായില്ല? അതിന്റെ രണ്ട് മുൻകാലും മുന്നിലേക്ക് നീട്ടി. എന്നിട്ടോ അതിന്റെ വാലിങ്ങനെ കൊടഞ്ഞു കൊടുത്തു. എന്തിന്? എന്റെ കയ്യിൽ ഇതേ ചെയ്യാൻ കഴിയും, ഞങ്ങൾക്ക് വേണ്ട ചെയ്തെന്നിട്ടുണ്ട്, ഇനി ഞാൻ പോട്ടെ. പിന്നെ സിംഹം തിരിച്ചുപോയി. എന്തുകൊണ്ട്? أبرق الأعداء يوما فأرعدهم فإني جار المصطفى المتفضلين. ഏത് കാലത്തും ഇവിടെ ഈ ഉമ്മത്തിനെ പേടിപ്പിക്കുന്നവരുണ്ടായിരുന്നു. പക്ഷേ ഉമ്മത്ത് പേടിച്ചിട്ടില്ല. എന്തുകൊണ്ട്? فإني جار المصطفى المتفضلين. ക്രിസ്ത്യാനിയായ രാജാവിന്റെ അടുത്തേക്ക് ചെന്ന് മഹാനായ ജഅഫർ ബിൻ അബീ താലിബും 70ഓളം ആളുകളും ഈ രാജാവ് അഭയം കൊടുത്തപ്പോൾ ചില ആളുകൾ ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കി. എന്തേ? ഇവർക്ക് യേശുവിനെ പറ്റി നല്ല അഭിപ്രായമില്ല. ഈ ക്രിസ്തീയ രാജ്യത്ത് യേശുവിനെ പറ്റി നല്ല അഭിപ്രായമില്ലാത്തവരെ പാർപ്പിക്കാൻ പാടില്ല. മാത്രമല്ല, ഈ നമ്മുടെ രാജ്യത്തിന്റെ ക്രമം അനുസരിച്ച് ആരും രാജാവിനൊന്ന് കുമ്പിട്ട് വണങ്ങണം. രാജസദസ്സിൽ വന്നാൽ കുമ്പിട്ട് വണങ്ങാതെ രാജസദസ്സിൽ നിൽക്കാൻ പാടില്ല. ഇവരാരുടെ മുന്നിലും
കുമ്പിടുകയും ഇല്ല. ജഅഫർ ബിൻ അബി ത്വാലിബിനും ഒരു സംഘം ആളുകൾക്കും ക്രിസ്ത്യാനിയായ നജ്ജാശി രാജാവ് അഭയം കൊടുത്തതിന് ശേഷം രാജകൊട്ടാരത്തിൽ പോയി മക്കക്കാർ വസ്വാസ് ഉണ്ടാക്കി, നിങ്ങൾ എന്തിനാ ഇവർക്ക് അഭയം കൊടുത്തത്, ഇവർ നിങ്ങൾക്കെതിരാണ്. അപ്പോൾ രാജാവിന്റെ കൂടെയുള്ള ചില ആളുകൾക്ക് അത് ഇഷ്ടപ്പെട്ടില്ല. രാജാവിനോട് പറഞ്ഞു, അങ്ങനത്തെ ഒരാണെങ്കിൽ ഓരോ ഇവിടുന്ന് പറപ്പിക്കണം. അപ്പോൾ രാജാവ് ഇവരെ തിരിച്ചു വിളിച്ചു. മനസ്സിലായോ? ഞാൻ അവസാനിപ്പിക്കാൻ നേരം വൈകിയോ? തിരിച്ചു വിളിച്ചു കൊട്ടാരത്തിലേക്ക് തിരിച്ചിങ്ങനെ വന്നു. 70 സ്വഹാബികളും മുന്നിൽ. ബഹുമാനപ്പെട്ട ജഅഫർ ബിൻ അബി ത്വാലിബ്, അതായത് അലിയാര അനുജനാണ്. ആര് ആര്? ജഅഫർ റളിയല്ലാഹു അൻഹു. കൈയും കാലും ഒക്കെ ഛേദിക്കപ്പെട്ട് മഹാനായ ജഅഫർ ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു. ആ ജഅഫറിന് ജീവിതകാലത്തുള്ള ഒരു അനുഭവം പറയുന്നത്. രാജാവിന്റെ കൊട്ടാരത്തിലേക്ക് ഇവരെ വിളിച്ചു. ഇവർ തിരിച്ചു വന്നു. തിരിച്ചപ്പോൾ രാജകവാടത്തിലൂടെ വല്ലാണ്ട് കയറി, ഇങ്ങനെ ഫയൽമാന്മാരായിട്ടാണ് കയറി രാജാവിന്റെ മുന്നിൽ പോയിരുന്നു. അപ്പോഴത്തേന് രാജാവിന് ദേഷ്യം പിടിച്ചു. കാരണം രാജകൊട്ടാരത്തിൽ കയറുന്നവർ കുനിഞ്ഞു വണങ്ങണം. ആർക്ക്? രാജാവിന്. പറഞ്ഞത് മനസ്സിലായില്ലേ? പറഞ്ഞത് ചിന്തിക്ക്. അപ്പോൾ രാജാവിന് ദേഷ്യം. രാജാവ് ചെന്ന ഉടനെ ചോദിച്ചു, ഈസയെ പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്താ? ഉടനെ ജഅഫർ പറഞ്ഞു, അല്ലാഹുവിന്റെ അടിമ, അല്ലാതാരാ? അല്ലാഹുവിന്റെ നബി. وكلمة منه ألقاها إلى مريم العذراء البتول കന്യകയായ മറിയമിലേക്ക് അല്ലാഹു തആല ഇട്ടുകൊടുത്ത അല്ലാഹുവിന്റെ കലിമത്താണ് സയ്യിദുന ഈസ, അല്ലാതെ ദൈവപുത്രനൊന്നും അല്ല. പിന്നെ ചോദിച്ചു, മനസ്സിലായില്ലേ? പിന്നെ ചോദിച്ചു, നിങ്ങൾ എന്റെ രാജനീതി നടപ്പിലാക്കാഞ്ഞത്, രാജ നിയമം നടപ്പിലാക്കാഞ്ഞത് എന്റെ നിങ്ങൾക്കറിയൂലേ? നജ്ജാശിയുടെ നാട്ടിൽ കൊട്ടാരത്തിൽ വരുന്നവരെല്ലാം രാജാവിനൊന്ന് കുനിഞ്ഞു വണങ്ങും. അപ്പോൾ പറഞ്ഞു, നിങ്ങൾ അള്ളാന്റെ സൃഷ്ടിയാണ്, ഞങ്ങൾ അള്ളാഹ്ക്കല്ലാത്ത ഒരാൾക്കും കുമ്പിടില്ല. അപ്പോൾ നജ്ജാശി രാജാവ് 3 അടി അടിച്ചു. ഇതാണ് ആൺകുട്ടികൾ, നിങ്ങൾ പോയിക്കൊള്ളുന്നു. എനിക്കെന്റെ ജീവിതത്തിൽ എന്നും ഞാൻ പ്രാർത്ഥിക്കലുണ്ട്, കുറച്ച് ആൺകുട്ടികളെ കണ്ട് മരിക്കണം. ഇവരൊക്കെ എനിക്ക് കുമ്പിടാൻ കാരണം ഇവരൊക്കെ പെണ്ണുങ്ങളാണ്. ആണുങ്ങൾ ആർക്കും കുമ്പിടൂല, ആർക്കല്ലാതെ, ദൈവത്തിനല്ലാതെ കുമ്പിടൂല. എനിക്കേതായാലും മരിക്കണതിന് മുമ്പ് കുറച്ച് ആൺകുട്ടികളെ കാണാൻ കഴിഞ്ഞല്ലോ. പിന്നെ ഈസ എന്ന് പറഞ്ഞ ആള് നിങ്ങൾ പറഞ്ഞ തന്നെയാണ്, നിങ്ങൾ പോയിക്കോളി, പ്രശ്നമൊന്നുമില്ല. നിങ്ങൾ വിശ്വസിച്ചപ്പെടെ പ്രശ്നമൊന്നുമില്ല. ഇനി കുറച്ചാളുകൾ ദൈവപുത്രൻ വിശ്വസിച്ചു, നിങ്ങൾ അള്ളാന്റെ അടിമയെന്ന് വിശ്വസിച്ചത് അതന്നെ ശരി, നിങ്ങൾ പോയിക്കോളി. ഇവർക്ക് ഞാൻ പറഞ്ഞ മതം, ഇവർ ഇന്നെ കാണുമ്പോൾ നിനക്കും എന്തേ? ഇതൊക്കെ പെണ്ണുങ്ങളാണ്, നിങ്ങൾ ആണുങ്ങളല്ല, പോയിക്കോളി. എന്തേ? അല്ലാഹുവിന്റെ ഹബീബിന്റെ അയൽപക്കത്തുള്ള ഒരാൾക്കും പേടിപ്പിക്കാൻ കഴിയുകയില്ല. അപ്പോൾ പ്രശ്നം ആർക്കുമല്ല, പ്രശ്നം നമ്മൾ നബിയിൽ നിന്ന് അകന്നുപോയതാണ്. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ഇന്ന് ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മൾ അകന്നു പോയി ആരിൽ നിന്ന്? മുഹമ്മദ് മുസ്തഫ. അതിലേക്ക് തിരിച്ചു വരലല്ലാതെ പരിഹാരമില്ല. ഇതൊന്ന് പറഞ്ഞാൽ തീരൂല, നാളെ പറഞ്ഞാൽ തീരൂല, പിന്നെ എങ്ങനെ പറയാ തീർക്കാം? ഇനി പിന്നൊരിക്കൽ പിന്നൊന്ന് പറയാം. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഇന്നും നാളെയും മറ്റന്നാളും ഒന്നും പറഞ്ഞാൽ തീരൂല. അല്ലാഹു നമ്മളെ നന്നാക്കി തരട്ടെ. അല്ലാഹു സാലിഹ്യങ്ങൾ പെടുത്തട്ടെ. അല്ലാഹു മുത്തഖീങ്ങൾ പെടുത്തട്ടെ. ഖൽബിന്റെ ഉള്ളിൽ മുത്തുനബിയെ നിറച്ചു വെക്കുക. ഇനി എന്ത് ചെയ്യാ? നമുക്കങ്ങനെ നടക്കാനൊന്നും കഴിയില്ല, നമ്മൾ ദുനിയാവിന്റെ അടിമകളല്ലേ. ഇനി എന്ത് ചെയ്യാ? പിന്നീട് ലെവലാകാൻ നമ്മൾ സ്വലാത്തില്ല, ചൊല്ലി 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 അങ്ങോട്ട് ലെവലാവും. അല്ലാഹു തൗഫീഖ് തരട്ടെ. അപ്പോൾ അല്ലാഹു നമുക്ക് വാതിൽ തുറക്കും. അപ്പോൾ മുത്തുനബിയെ നമ്മുടെ ഹൃദയത്തിന്റെ കരളിന്റെ കഷ്ണവും പിന്നെ പേടി പിടിക്കണ്ട.